എല്ലാവർക്കും നമസ്കാരം. ഞാൻ പങ്കെടുക്കുന്ന മൂന്നാമത്തെ ടൊറൻഷ്യയാണിത്. കഴിഞ്ഞ വർഷം നയാഗ്രയിൽ വെച്ച് നടന്ന ടൊറൻഷ്യയിൽ ഒരു പ്രസൻറ്റേഷനും നടത്തിയിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നടത്താൻ എന്നെ ക്ഷണിച്ച കാനഡയിലെ എസൻസ് ടീം മെമ്പേഴ്സിനുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ജനാധിപത്യം ഒറിജിനലും ഉഡായിപ്പും. ഇത് വ്യത്യസ്ത രാജ്യങ്ങളിലെ ജനാധിപത്യത്തിൻ്റെയും ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെയും ഒക്കെ ഒരു ചെറിയ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു അവലോകനമാണ്. അല്ലാതെ ജനാധിപത്യത്തിൻ്റെ വലിയ മൂല്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ ഡെഫിനിഷനെക്കുറിച്ചോ ഉള്ള ഒരു ആഴമേറിയ പഠനമൊന്നുമല്ല. വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള പല രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന, പ്രത്യേകിച്ചും ഇന്ത്യയിലും അമേരിക്കയിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ. അപ്പോൾ ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടായേക്കാം. ഇതിങ്ങനെ ഒരു കമ്പാരിസൺ ആകുമ്പോൾ ഇന്ത്യയിലെ നമ്മുടെ സംവിധാനങ്ങൾ വളരെ മോശമാണെന്നോ, അല്ലെങ്കിൽ ആധുനിക സമൂഹങ്ങളിലെ, പാശ്ചാത്യ സമൂഹങ്ങളിലെ ജനാധിപത്യ ഭരണ ക്രമങ്ങൾ മെച്ചമാണെന്നോ, അങ്ങനെ ഒരു താരതമ്യ പഠനത്തിനല്ല. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയെ താരതമ്യം ചെയ്യുന്നത് ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടോ അഫ്ഗാനിസ്ഥാനുമായിട്ടോ അല്ലെങ്കിൽ ചൈനയോ ഇറാനോ നോർത്ത് കൊറിയയോ ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫാർ ഹെഡാണ്. പക്ഷേ ചില പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ നമ്മൾ ഇന്നും ജനാധിപത്യത്തിൻ്റെ ഒരു പ്രാകൃതാവസ്ഥയിലാണുള്ളത്. അവിടെ ചില രാജ്യങ്ങളെ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളെ നമ്മൾ അറിയുമ്പോഴാണ് കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ഒരു തലം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനെ വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയായി ഇരുന്ന ഒരാളെ പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം. നിങ്ങൾ ഇവരെ അറിയും. ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്ററായിരുന്ന 1997 ജൂലൈ 25 ഇവർ ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഒരു സാധാരണ വീട്ടമ്മ, 9 മക്കളെ പെറ്റ് പ്രസവിച്ച, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഒരു വീട്ടമ്മ. 7 പെൺമക്കളും 2 ആൺമക്കളുമാണ് ഇവർക്കുള്ളത്. 5ാം ക്ലാസ് വരെയാണ് അവർ സ്കൂളിൽ പോയിട്ടുള്ളത്. ഷീ വാസ് ആൻ ഇല്ലിറ്ററേറ്റ് വെൻ ഷീ ബിക്കെയിം ദ ചീഫ് മിനിസ്റ്റർ. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, അൺഎഡ്യൂക്കേറ്റഡ് എന്നല്ല പറഞ്ഞത്. അന്നവർ എഴുത്തും വായനയും പോലും അറിയില്ല. 5ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിലും എഴുത്തും വായനയും അറിയില്ലാത്തൊരു സ്ത്രീയായിരുന്നു. പിന്നീട് അവർ മുഖ്യമന്ത്രി ആയതിനു ശേഷം എഴുതാനും വായിക്കാനും പഠിച്ചോ എന്നറിയില്ല. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അന്ന് 60 പശുക്കളുണ്ട്, 42 പശുക്കിടാവുകളുണ്ട്. അപ്പോൾ ഈ 60 പശുക്കളെയും ഈ 42 പശുക്കിടാവുകളെയും ഒക്കെ പരിപാലിച്ച്, ജോലിക്കാരൊക്കെ ഉണ്ട് അതിന് ചാണകം പാരാനും പാല് കറക്കാനും, എന്നാലും അതിൻ്റെയൊക്കെ ഒരു മേൽനോട്ടമെല്ലാം വഹിച്ച് പിന്നെ ഈ 9 മക്കളുടെ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്ന ഈ വീട്ടമ്മയോട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് വന്ന് പറയുകയാണ്, നീ പെട്ടെന്ന് വന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. എന്താ കാരണം? മുഖ്യമന്ത്രിയായിട്ട് എന്താ കാരണം? ഞാൻ ജയിലിൽ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അന്നത്തെ ഫോഡർ സ്കാം അന്നോളം ഇന്ത്യ കണ്ടുള്ള ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നായിരുന്നു. 800 കോടിയിലധികം രൂപയുടെ കാലിത്തീറ്റ കുംഭകോണ കേസിൽ വിധി വന്ന് ജയിലിൽ പോവുകയാണ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഭർത്താവ്. അപ്പോൾ ഇവിടെ ചാണകം വാരിക്കൊണ്ടിരുന്ന ഭാര്യയോട് പറയുകയാണ്, നീ ആ ചാണകമൊക്കെ കഴിക്കളഞ്ഞിട്ട് അങ്ങോട്ട് വന്നേ, ഞാൻ ജയിലിൽ പോവുകയാണ്, നീ വന്ന് മുഖ്യമന്ത്രിയാകാനായിട്ട്. അങ്ങനെ 1997 ജൂലൈ 25 ഈ ഇല്ലിറ്ററേറ്റായ, ഈ പശുവിനെയും ആടിനെയും ഒക്കെ പരിപാലിച്ച് നടക്കുന്ന ആ വീട്ടമ്മ വന്ന് ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പാർട്ടിയിലെ ഒരു MLAയ്ക്കും എതിർപ്പില്ല. പാർട്ടിയിലെ ഒരു MLAമാരും അതിനെ എതിർത്തില്ല എന്ന് മാത്രമല്ല, അന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസും ജാർഖണ്ഡ് മുക്തി മോർച്ചയും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഒരു ജനാധിപത്യത്തെക്കുറിച്ചാണ്. മുഖ്യമന്ത്രിയായിരിക്കുന്ന ഭർത്താവ് അഴിമതി കാണിച്ചതിന് ജയിലിൽ പോകുമ്പോൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു ഭാര്യയെ, ആ ഒരു വീട്ടമ്മയെ ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു ജനതയുടെ ജനാധിപത്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത ഇല്ലിറ്ററേറ്റായ
ഒരു വീട്ടമ്മ മുഖ്യമന്ത്രിയായി ഒരു സുപ്രഭാതത്തിൽ മാറുമ്പോൾ അവരെ ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു ജനതയുടെ ജനാധിപത്യത്തെക്കുറിച്ച്. പക്ഷേ ബീഹാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഓപ്ഷനുമില്ല. നമുക്കവിടുത്തെ ഒന്ന് രണ്ട് പൊളിറ്റിക്കൽ ഫാമിലിയെ പരിചയപ്പെടാം. ഇതാണ് ലല്ലു പ്രസാദ് യാദവിൻ്റെ ഫാമിലി. അദ്ദേഹം ചീഫ് മിനിസ്റ്ററായി, വൈഫ് വീണ്ടും ചീഫ് മിനിസ്റ്റർ ആകുന്നു. അദ്ദേഹം ജയിലിൽ പോകുമ്പോൾ 2 മക്കളാണുള്ളത്. മൂത്ത മകന് ഹെൽത്ത് മിനിസ്റ്ററായിരുന്നു. പിന്നെയുള്ള രണ്ടാമത്തെ മകൻ തേജസ്വി യാദവ് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിരുന്നു. മൂത്ത മോള് മീസ ഭാരതി MP ആണ്. പിന്നെ ഒരു മോള് ഇത്തവണ ലല്ലു പ്രസാദ് യാദവിൻ്റെ പ്രിയപ്പെട്ട മണ്ഡലമായ സരണിൽ നിന്ന് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ജൂലൈ 4 നമുക്കറിയാം അവർ MP ആകുമോ ഇല്ലയോ എന്ന്. പിന്നെയുള്ള പെൺമക്കളെല്ലാം വിവാഹം കഴിച്ചിരിക്കുന്നത്, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, പിന്നെ വായിച്ച സമയം കളയുന്നില്ല, ഏതെങ്കിലും പിന്നെ MLA-മാരെയോ MP-മാരെയാണ്. ഇനി അവസാനം നോക്കൂ, റബ്രി ദേവിയുടെ 2 ബ്രദേഴ്സും 2 പേരും ഫോർമർ MP-മാരാണ്. ഇതാണ് ലല്ലു പ്രസാദ് യാദവിൻ്റെ കുടുംബം. ഇനിയും അവർക്ക് ബദലുള്ള മറ്റൊരു കുടുംബത്തെ കൂടി പരിചയപ്പെടാം, മിശ്ര ഫാമിലി. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ലല്ലു പ്രസാദ് യാദവിനൊക്കെ മുമ്പ് ഉള്ള ബീഹാറിലെ ഏറ്റവും വലിയ പവർഫുള്ളായിട്ടുള്ള ചീഫ് മിനിസ്റ്ററായിരുന്നു ജഗന്നാഥ് മിശ്ര. അദ്ദേഹത്തിൻ്റെ മകനും മിനിസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് LN മിശ്ര, റെയിൽവേ മിനിസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ LN മിശ്രയുടെ മകനും അവിടുത്തെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറാണ്. അവരുടെ മകനും, അതായത് LN മിശ്രയുടെ പേരക്കുട്ടിയും അവിടുത്തെ MLA ആണ്. അവരുടെ നീസ്, അതുപോലെ ഇയാളുടെ LN മിശ്രയുടെ ബ്രദർ ഒരു BJP-യുടെ നേതാവുമാണ്. അപ്പോൾ ഈ ഒരു മക്കൾ വാഴ്ച, കുടുംബ വാഴ്ച, ഇത് നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷമായ ഒരു രീതിയാണെന്ന് നമുക്കറിയാം. ഒരിക്കലൊരു പത്ര റിപ്പോർട്ടർ ഒരു പ്രായം ചെന്നൊരു സ്ത്രീയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, കിസ്കോ ആ വോട്ട് ദേങ്കെ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ഒരു കാൻഡിഡേറ്റിൻ്റെ പേര് പറയുകയാണ്, ഇന്നയാൾക്കാണ് ഞാൻ വോട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ പത്ര റിപ്പോർട്ടർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്യുന്നത്, ഉസ്നെ ക്യാ കിയാ ഹൈ ആപ് ലോഗോं के लिए. അപ്പം അവർ പറയുന്നൊരു മറുപടി, ഉസ്നെ കുച്ച് കിയാ നഹീ ഹൈ, ഓ കുച്ച് കരേഗാ ഭി നഹീ, ഹംകോ ജാനത്തെ ഹൈ, ലേക്കിൻ ഓ ഹമാര ജാതി സേ ഹൈ. ഒന്നും ചെയ്തിട്ടില്ല അയാൾ ഞങ്ങൾക്ക് വേണ്ടി, ഒന്നും ചെയ്യാൻ പോകുന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇയാൾ നമ്മുടെ ജാതിക്കാരനാണ്, അവർക്കല്ലേ വോട്ട് ചെയ്യേണ്ടേ, അവർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ഇതിൽ നിന്നാണ് ഒരു പക്ഷേ വളരെ പ്രശസ്തമായ എവരിവെയർ പീപ്പിൾ കാസ്റ്റ് ദെയർ വോട്ട് ബട്ട് ഇന്ത്യൻസ് വോട്ട് ദെയർ കാസ്റ്റ് എന്നുള്ള പ്രയോഗമുണ്ടായത്. കാസ്റ്റിൻ്റെ സ്പെല്ലിങ് വേറെയാണ്. എല്ലായിടത്തും ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ വെൻ ദേ കാസ്റ്റ് ദെയർ വോട്ട്, ഇന്ത്യൻസ് വോട്ട് ദെയർ കാസ്റ്റ്. ഇത് നമ്മൾ പറയുമ്പോൾ, ഇപ്പം ഉത്തരേന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ, ബീഹാറിനോ ഉത്തർപ്രദേശിനെ കുറിച്ചൊക്കെ നമ്മൾ മലയാളികൾ പരിഹസിച്ച് പറയുമ്പോൾ ഒന്നോർക്കണം, നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താണ്, ഇതിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ്. ജാതിയും മതവും നോക്കി തന്നെയല്ലേ നമ്മുടെ കേരളത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും മത്സരിപ്പിക്കുന്നതും എല്ലാം. പാലായിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യൻ നാമധാരി അല്ലാത്ത ഒരാളെ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാന പാർട്ടികൾ അവിടെ മത്സരിപ്പിക്കാൻ തയ്യാറാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഇപ്പം തിരൂരോ താനൂരോ പോലെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം നാമധാരി അല്ലാത്ത ഒരാൾ മത്സരിച്ചാൽ ജയിക്കുമെന്ന് കരുതുന്നുണ്ടോ? കേരളത്തിലെ പ്രധാന 2 മുന്നണികളും അങ്ങനെ അല്ലാത്ത ഒരു മതവിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളെ അവിടെ മത്സരിപ്പിക്കാൻ നിർത്താൻ പോലും തയ്യാറാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുപോലെ ഈ മക്കൾ വാഴ്ചയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ KM മാണിയുടെ മകനെ നമ്മൾ തലയിലേറ്റ് നടക്കുന്നില്ലേ, TN ജേക്കബിൻ്റെ മകനെ നമ്മൾ തലയിലേറ്റ് നടന്നില്ലേ, ബാലകൃഷ്ണപിള്ളയുടെ മകനെ നമ്മൾ ജയിപ്പിച്ചില്ലേ, പിന്നെ ഇപ്പം നമ്മൾ ഉമ്മൻചാണ്ടിയുടെ മകനെ നമ്മൾ ജയിപ്പിച്ചില്ലേ, കാർത്തികേയൻ്റെ മകനെ നമ്മൾ MLA ആക്കിയില്ലേ, PT തോമസിൻ്റെ ഒരു പ്രായപൂർത്തിയായ മക്കളില്ലാത്തതുകൊണ്ടാണെന്ന തരത്തിൽ അവരുടെ ഭാര്യനെയാണ് നമ്മൾ ജയിപ്പിച്ചത്. നമുക്ക് ഈ ഉത്തരേന്ത്യയിലെ ഈ ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്ന ഇവരെ പരിഹസിക്കാൻ നമ്മൾ മലയാളികൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാലായിൽ
LDF നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥി അവർ പറയുകയാണ് നിങ്ങൾ ഇത്തവണ ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യണം, പിന്നെ മാണി സി കാപ്പന് വോട്ട് ചെയ്യണം, നമ്മുടെ ജോസ് മോനെ തോൽപ്പിക്കണം. പാലായിലെ കമ്മ്യൂണിസ്റ്റുകാരായ വോട്ടർമാർക്കും വേറെ ഓപ്ഷനൊന്നും അല്ലല്ലേ. പിറ്റേ ഇലക്ഷന്, അടുത്ത ഇലക്ഷന് ജോസ് കെ മാണിയുടെ പാർട്ടി അവരോട് കൂടി ചേരുമ്പോൾ തിരിച്ച് LDF അവിടുത്തെ വോട്ടർമാരോട്, അവിടുത്തെ പാർട്ടിക്കാരോട് പറയുന്നത് എന്താണ്? ഇത്തവണ നിങ്ങൾ ജോസ് മോന് വോട്ട് ചെയ്യണം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിപ്പിച്ച മാണി സി കാപ്പനെ തോൽപ്പിക്കണം എന്നല്ലേ. ഇവിടെ ആളുകൾക്ക്, അവിടുത്തെ പിന്നെ വോട്ടർമാർക്ക് വേറെ എന്തോ ഓപ്ഷനാണുള്ളത്. ഇവിടെയാണ് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ ഇവിടെ അമേരിക്കയിലും അതുപോലെ ചില പാശ്ചാത്യ രാജ്യങ്ങളിലുമുള്ളത് പരിചയപ്പെടുത്താമെന്ന് കഴിയുന്നത്. അതിലൊന്നാണ് റൈറ്റ് ഇൻ കാൻഡിഡേറ്റ്. ഇത് മിഷിഗണിലെ ഞാൻ താമസിക്കുന്ന റോച്ചസ്റ്റർ ഹിൽ എന്ന് പറയുന്ന സിറ്റിയുടെ മേയറാണ്. 2015 ഈ മേയർ ഇലക്ഷന് ഒരു ഇന്ത്യക്കാരൻ, ആന്ധ്രാപ്രദേശുകാരനായ ഒരു ഇന്ത്യക്കാരൻ മേയറായിട്ട് അവിടെ മത്സരിക്കാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് സപ്പോർട്ട് ചോദിച്ചു, നിങ്ങൾ പിന്നെ മലയാളികളെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം, മലയാളികളുടെ സപ്പോർട്ടൊക്കെ തരണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടാവില്ല, പക്ഷേ ഞാൻ മലയാളികൾ എൻ്റെ സുഹൃത്തുക്കളെ ഓർഗനൈസ് ചെയ്യാം, നിങ്ങൾ അവരോട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ സിറ്റിയുടെ മേയർ ആകുന്നത്, നിങ്ങളുടെ വിഷൻ എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ ഐഡിയോളജി എന്താണ്. അവർ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് നിങ്ങൾ മറുപടി പറയുക. നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ അവരൊരു പക്ഷേ വോട്ട് ചെയ്തേക്കാം എന്ന് ഞാൻ അവരെ പറഞ്ഞ് അങ്ങനെ ഒരു മീറ്റിംഗൊക്കെ വിളിച്ചു കൂട്ടി. അയാൾ ഇലക്ഷന് മത്സരിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ബാലറ്റ് പേപ്പറിൽ പേരുള്ള ആളല്ല ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചത്. ബാലറ്റ് പേപ്പറിൽ പേരില്ലാത്ത ഈ മനുഷ്യനാണ്, ബ്രയാൻ ബാർണറ്റ് എന്ന് പറയുന്ന ഈ മനുഷ്യനാണ്. അപ്പോൾ അന്ന് വരെ ഞാൻ ഈ റൈറ്റ് ഇൻ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഈ സംഭവത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. അതായത് ഈ ബാലറ്റ് പേപ്പറിൽ പേരുള്ള ആൾ നിങ്ങൾക്ക് അനഭിമതനാണ് എങ്കിൽ, അതിനേക്കാൾ കൂടുതൽ ആ സിറ്റിയുടെ മേയറാകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന ഒരാളുണ്ട് എങ്കിൽ, ബാലറ്റ് പേപ്പറിൽ പേര് എഴുതി വയ്ക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം അമേരിക്കയിലുണ്ട്. അതാണ് റൈറ്റ് ഇൻ കാൻഡിഡേറ്റ്. അതിലെ രസം എന്നിട്ട് അതും കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇയാൾ അതിനു മുമ്പ് മേയറായിരുന്നു. പക്ഷേ അമേരിക്കയിൽ 2 ടേമേ ഒരാൾക്ക് മേയറാകാൻ പറ്റൂ. അതിപ്പം അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും അതെ, ഗവർണർ ആണെങ്കിലും അതെ, മേയറിനാണെങ്കിലും 4 വർഷത്തെ 2 ടേമിലെ പിന്നെ മത്സരിക്കാനായിട്ട് പറ്റുള്ളൂ നിയമപരമായിട്ട്. അപ്പോൾ ഇദ്ദേഹം അതിനു മുമ്പ് 2 ടേമിൽ പിന്നെ മേയറായിരുന്നു. 3ാമത്തെ ടേമിൽ ഇയാൾ മത്സരിക്കാൻ ഇയാൾക്ക് അർഹതയില്ല, ഇയാൾക്ക് യോഗ്യതയില്ല. അപ്പോൾ അവിടെയാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ പേരെഴുതി വയ്ക്കുന്നത്. അങ്ങനെ 2019 ഇലക്ഷനിൽ മൊത്തം പോൾ ചെയ്തത് 9156 വോട്ടായിരുന്നു. അതിൽ ഈ മനുഷ്യന് കിട്ടിയത് 8251 വോട്ടാണ്. അതിൽ രസം എന്താണ്, ഈ 8250 വോട്ട് നിന്ന് പോയതെന്നറിയോ? 720 വോട്ടുകൾ അന്ന് അസാധുവായി, ഇൻവാലിഡ് ആയിപ്പോയി. ഈ 720 വോട്ട് അസാധുവാകാൻ കാരണം, നിങ്ങൾ ബാലറ്റ് പേപ്പറിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നേരെ ഇൻറ്റു മാർക്ക് ഇടുന്നേ ഉള്ളൂ, അത് ഇൻവാലിഡ് ആവില്ല. പക്ഷേ മറ്റേത് പേരെഴുതുമ്പോൾ ഈ ബ്രയൻ ബാർണറ്റ് എന്നുള്ള പേരിൻ്റെ ബാർണറ്റ് 2 T ഉള്ളിടത്ത് 1 T എഴുതുന്നുള്ളൂ എങ്കിൽ ആൾ വേറെയാണ്, അസാധുവാകും. അങ്ങനെ ഈ 720 പേര് ഇദ്ദേഹത്തിൻ്റെ തന്നെ പേരാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. പക്ഷേ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് 720 വോട്ട് ഇൻവാലിഡായി. ഇല്ലെങ്കിൽ ഈ 9100 ചില്ലാനും വോട്ടുകൾ മൊത്തം പോൾ ചെയ്തതിൽ 9000 വോട്ട് ഈ മനുഷ്യന് തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മത്സരിക്കാൻ നിയമപരമായി യോഗ്യനല്ലാത്ത സാഹചര്യത്തിൽ പോലും ജനങ്ങൾക്ക് അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെയാണ് വേണ്ടതെങ്കിൽ, അവർ മേയറായി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാതെ ബാലറ്റ് പേപ്പറിൽ പേരെഴുതി വോട്ട് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന, അങ്ങനെ 2015 3ാമത്തെ ടൈമിൽ ഇയാൾ മേയറായി, 2019 4ാമത്തെ ടൈമിൽ പിന്നെ മേയറായി, ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഇത് ഇപ്പോൾ 5ാമത്തെ ടൈമാണ് അദ്ദേഹം മേയറായിട്ട് അവരെ തുടരുന്നത്. ഇത് ഈ റൈറ്റ് ഇൻ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മേയറുടെ മാത്രമല്ല, ഇതുപോലെ തന്നെ അവിടെ ആ 2ാമത്തെ പിന്നെ സ്ത്രീ ലിസ മർക്കോസ്കി, ഇവർ അലാസ്കയിൽ
അലാസ്കയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്ററായിരുന്നു എക്സിസ്റ്റിംഗ്. പക്ഷേ 2010 റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പ്രൈമറി ഇലക്ഷനിൽ ഇവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല. പകരം ജോ മില്ലർ എന്ന് പറയുന്ന വേറെ ഒരാൾക്കാണ് സീറ്റ് കൊടുക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഒരുപക്ഷെ അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് ഞാൻ കരുതുന്നത് ഇവിടുത്തെ പ്രൈമറികളാണ്. അതായത് പ്രൈമറികളിലൂടെ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായി ഒരു പൊസിഷനിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കാൻഡിഡേച്ചർ ഡിക്ലെയർ ചെയ്തുകൊണ്ട് വരാനും നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ പോളിസികളും നിങ്ങളുടെ ഐഡിയോളജികളും ജനങ്ങളോട് വിവരിക്കാനും, അങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ചോദ്യോത്തരങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ മികവും എല്ലാം അവരിൽ തെളിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്ന, ഇപ്പം വിവേക് രാമസ്വാമിയെ പോലെയുള്ള ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരന് ഇവിടെ സ്വയം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വന്തമായിട്ട് കാൻഡിഡേച്ചർ ഡിക്ലെയർ ചെയ്ത് മത്സരിച്ച് അത്രയും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഇവിടുത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഇവർ അന്ന് സെനറ്റർ ആയിരുന്ന ആളായിരുന്നെങ്കിലും 2010 പാർട്ടി ഇവർക്ക് സീറ്റ് നിഷേധിക്കുകയാണ്. പകരം ജോ മില്ലർ എന്ന് പറഞ്ഞ വേറൊരാൾക്കാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സീറ്റ് കൊടുക്കുന്നത്. ഇവരന്ന് 2010 ഇവർ റൈറ്റ് ഇൻ കാൻഡിഡേറ്റായിട്ട് വന്ന് സ്വന്തം പാർട്ടിയിലെ ഔദ്യോഗിക കാൻഡിഡേറ്റായിരുന്ന ജോ മില്ലറെയും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഇവർക്കെതിരെ മത്സരിച്ച മക്കാഡംസിനെയും തോൽപ്പിച്ചുകൊണ്ട് അവർ വീണ്ടും സെനറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഇപ്പം ഞാൻ ഇത്തരം കാര്യങ്ങൾ വായിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിനെ ചിന്തിച്ചു നോക്കും. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതേപോലെ പാർട്ടികൾ അവിടെ ഓരോ മണ്ഡലത്തിലും നിന്ന് ആര് മത്സരിക്കണമെന്ന് ഒന്നുകിൽ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയാണ് തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പാലായിലെ എക്സാമ്പിൾ പറഞ്ഞു. ഒരു വർഷം പറയുകയാണ് ജോസ്മോൻ വോട്ട് ചെയ്തോളാൻ പറഞ്ഞാൽ ജോസ്മോന്, അടുത്ത വർഷം പാർട്ടി പറയുകയാണില്ല ഇത്തവണ നമുക്ക് ജോസ്മോനെ തോൽപ്പിക്കാം, മറ്റേ ആളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവുമേ നമ്മുടെ നാട്ടിൽ ഒരു വോട്ടർക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകുന്നുള്ളൂ. അവിടെയാണ് സ്വന്തം കാൻഡിഡേച്ചർ പ്രഖ്യാപിച്ചുകൊണ്ട് വരാനും ഏത് പൊസിഷനിലേക്കും സ്വയം മത്സരിക്കാനും ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ റൈറ്റ് ഇൻ കാൻഡിഡേറ്റ് ആയിട്ട് പോലും വരാൻ ഒക്കെ കഴിയുന്ന ജനാധിപത്യത്തിലെ കൂടുതൽ സ്വാതന്ത്ര്യവും അവകാശങ്ങളുമൊക്കെയുള്ള ഉന്നതമായ ആ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള തലത്തിലേക്ക് വളരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇനിയും ഇവിടെ നമ്മൾ ഓരോരുത്തർക്കും സ്വയം ഇങ്ങനെ സ്ഥാനാർത്ഥിയായി വരാനും റൈറ്റിംഗ് കാൻഡിഡേറ്റായിട്ട് വരാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനിയും ഇങ്ങനെ ജയിപ്പിച്ച് വിടുന്ന ഒരാളെ അയാൾ നന്നായി പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ, അയാൾ അഴിമതി ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അയാളെ തിരിച്ചു വിളിക്കണം, അയാളെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്ന് കരുതിയാൽ ഉള്ള പല പ്രൊസീജിയറുകളിൽ അതൊന്നാണ് ഈ ഇംപീച്ച്മെൻറ്റ്. നമുക്കറിയാം, ഇവിടെ അമേരിക്കൻ കോൺഗ്രസ്സിലൊക്കെ സ്ഥിരം ട്രംപിനെയൊക്കെ അവർ കോൺഗ്രസ്സിൽ ഇംപീച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെനറ്റിൽ പറ്റാത്തത് കൊണ്ട് അയാളന്ന് സർവൈവ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഇത് ടെക്സസിലെ അറ്റോർണി ജനറലാണ് കെൻ പാക്സ്റ്റൺ. ഇയാൾ ഒരു അഴിമതി ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായപ്പോൾ ടെക്സസിലെ ഹൗസ് അസംബ്ലിയിൽ ഇയാൾക്കെതിരെ ഇംപീച്ച്മെൻറ്റ് മോഷൻ വരികയാണ്. ഈ അഴിമതി എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ അഴിമതി ഉള്ള സങ്കല്പമൊന്നും വേണ്ട. ഇയാൾക്ക് ഒരു $20,000 ഇലക്ഷൻ ക്യാമ്പയിനിൽ ഫണ്ട് ചെയ്ത ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഇയാളുടെ ഒരു സുഹൃത്തിനെ ജോലിക്ക് റെക്കമെൻഡ് ചെയ്തു എന്നൊക്കെ ഉള്ളതാണ്. നമ്മുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പണം അടിച്ചു മാറ്റുന്ന സംഭവമല്ല. അതാണ് ഈ വലിയ അഴിമതി എന്ന് പറയുന്നത്. പക്ഷേ ഇയാളെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പം നമ്മൾ കരുതുന്ന ഇതിൻ്റെ ന്യൂസൊക്കെ വരുമ്പം നമ്മൾ കരുതുന്നത് ഈ ടെക്സസ് അസംബ്ലിയിൽ ഞാനൊരു എളുപ്പത്തിന് പറയുന്നതാണ് കേട്ടോ, അവിടുത്തെ ഹൗസിന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി. അവിടുത്തെ ഹൗസിൽ 150 മെമ്പേഴ്സാണ്, ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സാണുള്ളത്. അതിൽ 86 പേരും റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പേഴ്സാണ്, 64 ആണ് ഡെമോക്രാറ്റ്സ്. അപ്പോൾ ഏതാണ്ട് 22 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്കുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അറ്റോർണി ജനറൽ, അയാൾക്കെതിരെ ഒരു ഇംപീച്ച്മെൻറ്റ് മോഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും ഈ 86 പേര് അവരുടെ പാർട്ടിയുടെ അറ്റോർണി ജനറലല്ലേ, അയാൾക്കല്ലേ വോട്ട് ചെയ്യൂ. പക്ഷേ അന്ന്
പിന്നെ വോട്ടിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് ശതമാനം ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് വായിക്കാവോന്നറിയില്ല. 121 പേര് ഇയാൾക്കെതിരെ ആണ് വോട്ട് ചെയ്യുന്നത്. അതായത് ഈ പിന്നെ അത്രയും നല്ല ഭൂരിപക്ഷമുള്ള 86 പേരിൽ 22 പേരുടെ ഭൂരിപക്ഷമുള്ള 86 റിപ്പബ്ലിക്കൻസ് ഉള്ള ആ ഹൗസിലെ ആ 60ഓളം പേര് സ്വന്തം പാർട്ടിയുടെ അറ്റോർണി ജനറലിന് എതിരെ വോട്ട് പറയുകയാണ്, നീ അഴിമതിക്കാരനാണ്, നിന്നെ ചുമക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല, നീ വീട്ടിൽ പോയിരിക്കുക. ഇതാണ് ജനാധിപത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെയൊക്കെ നമ്മുടെ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു CPM പാർട്ടി പ്രവർത്തകനോ അനുഭാവിയോ ആണെങ്കിൽ ആ പാർട്ടി ചെയ്യുന്ന ഏത് കൊടും ക്രൂരകൃത്യങ്ങളെയും ഏത് ആക്രമണത്തെയും എല്ലാ തോന്നിവാസങ്ങളെയും അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാകുകയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു കോൺഗ്രസ്സുകാരനോ കോൺഗ്രസ് അനുഭാവിയോ ആണ് എങ്കിൽ ആ പാർട്ടി നടത്തുന്ന എല്ലാ അഴിമതികളെയും എങ്ങനെയും ന്യായീകരിക്കും. നിങ്ങളൊരു BJP-കാരനാണ് എങ്കിൽ ആ പാർട്ടി നടത്തുന്ന എല്ലാ വർഗീയ ധ്രുവീകരണവും വിഷയങ്ങളിലും നിങ്ങൾ ഈവൻ പള്ളി പൊളിക്കുന്നതിനെയും അമ്പലം പണിയുന്നതിനെയും എല്ലാം നിങ്ങൾ ന്യായീകരിക്കും. കാരണം നിങ്ങൾ ആ പാർട്ടിക്കാരനാണ്. ഇതാണ് നമ്മുടെ പിന്നെ ജനാധിപത്യത്തിലെ നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇത് ഇത്തരത്തിൽ കൂടി സ്വന്തം പാർട്ടിക്കാരനാണ് എങ്കിൽ പോലും അഴിമതി കാണിച്ചാൽ അയാൾക്കെതിരെ വോട്ട് ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇനിയും ഇത് തെരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലിയിൽ അവർ പിന്നെ ഇംപീച്ച് ചെയ്യാനായിട്ട് സ്ഥാനഭ്രഷ്ടനാക്കാനായിട്ടുള്ള ഒരു രീതിയാണ്. ഇനി തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ഇവരെ തിരിച്ചു വിളിക്കാനായിട്ടുള്ള, ജയിപ്പിച്ചു വിട്ടയാളെ തിരിച്ചു വിളിക്കാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതാണ് റീകോൾ ഇലക്ഷൻ. ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്കറിയാം, ആർണോൾഡ് ഷ്വാസ്നഗർ 2003 കാലിഫോർണിയയുടെ ഗവർണറായ മനുഷ്യനാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഇയാളെക്കുറിച്ചല്ല, ആർണോൾഡ് ഷ്വാസ്നഗറെ കുറിച്ചല്ല, മറിച്ച് ആർണോൾഡ് ഷ്വാസ്നഗർ 2003 കാലിഫോർണിയയുടെ ഗവർണറാകാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ്. അന്ന് ഈ മനുഷ്യനായിരുന്നു ഗ്രേ ഡേവിസ്, കാലിഫോർണിയയുടെ ഗവർണർ. വളരെ മിടുക്കനായ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി പഠിക്കുന്നത്, കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ലോ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹം അന്നത്തെ ഗവർണറുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം 1999 ഇലക്ഷന് ഗവർണറായിട്ട് ഇയാൾ മത്സരിക്കുമ്പോൾ അന്നത്തെ പത്രങ്ങൾ പോലും എഴുതിയത് ദ ബെസ്റ്റ് ട്രെയിൻഡ് ഗവർണർ ഇൻ വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അത്രയും മികവുള്ള ഒരാളായിരുന്നു. 1999 ഇലക്ഷന് പുള്ളി 58% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പിന്നെ ഗവർണറായി വരികയാണ്. അതുമാത്രമല്ല, ഈ വിയറ്റ്നാം വാറിൽ പങ്കെടുത്ത ഒരാളാണ്, അന്ന് ക്യാപ്റ്റനായിരുന്നു. അവിടുന്ന് ബ്രോൺസ് സ്റ്റാർ നേടിയാണ് ഒക്കെ കിട്ടിയ ഒരു മനുഷ്യനാണ്. നമുക്കറിയാം, അമേരിക്കയിൽ പിന്നെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വെറ്ററൻസിനോടൊക്കെ ഉള്ളൊരു പ്രത്യേക ബഹുമാനം പല പൊളിറ്റീഷ്യൻസ്മാരും അങ്ങനെയുള്ളവരായിരുന്നു. അപ്പോൾ എല്ലാ തലത്തിലും ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, 2002 ആ ഒരു സമയത്ത് ഉണ്ടായ, ഒരു പക്ഷേ ന്യൂസുകളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഈ കാലിഫോർണിയ ഇലക്ട്രിസിറ്റി ക്രൈസിസ് ഒരു ഇഷ്യൂ ഉണ്ടായി. ഇലക്ട്രിസിറ്റി ചാർജ് വളരെയധികം വർദ്ധിക്കുകയും ഔട്ടേജ് ഉണ്ടാകുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹം ഗവർണറായിരിക്കുമ്പോൾ ഇദ്ദേഹം ചെയ്ത എന്തെങ്കിലും കാരണം കൊണ്ട് സംഭവിച്ച ഒന്നല്ലത്. അന്നത്തെ ഫെഡറൽ റെഗുലേഷനും പിന്നെ ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഗവർണറായിരുന്ന വിൽസൺ എന്ന് പറയുന്ന ഗവർണർ, അയാൾ കൊണ്ടുവന്ന ഒരു പിന്നെ കാലിഫോർണിയ ഇലക്ട്രിക് യൂട്ടിലിറ്റി ഇൻഡസ്ട്രി റീസ്ട്രക്ചറിങ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നതിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന കോൺസിക്വൻസ് കൊണ്ടുണ്ടായ ഈ പിന്നെ ക്രൈസിസ് ആയിരുന്നു അത്. പക്ഷേ ഒരു ക്രൈസിസ് അങ്ങനെ ഉണ്ടായപ്പോൾ അതിനെ മാനേജ് ചെയ്യുന്നതിൽ ഇദ്ദേഹം അത് സക്സസ്ഫുള്ളായി നന്നായി മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന കേസിലാണ്, എന്ന പേര് പറഞ്ഞാണ് ഇയാളെ റീകോൾ ചെയ്യാൻ തീരുമാനിക്കുന്നതും. അങ്ങനെ നടന്ന റീകോൾ ഇലക്ഷനിൽ 55% വോട്ടിന് ഇയാളെ റീകോള് ചെയ്ത് പിന്നെ അതിന് പകരമായിട്ട് ആ റീകോൾ ഇലക്ഷനിലാണ് ഞാൻ നേരത്തെ കാണിച്ച മസിൽമാൻ
കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ഗവർണറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോഴൊരു അഴിമതി കാണിച്ചിട്ടൊന്നുമല്ല. അതിലെ രസകരമായ ഒരു കാര്യം, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ അയാളെ കുറ്റവിമുക്തനാക്കി. അയാൾ തെറ്റുകാരനല്ല എന്ന് കണ്ടു. പക്ഷേ എന്നാൽ പിന്നീട് ഒരിക്കലും അയാൾ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. അദ്ദേഹം UCLA പിന്നെ യൂണിവേഴ്സിറ്റിയിൽ സാധാരണ ഒരു ലെക്ചറായി ലോബ് ആൻഡ് ലോബ് എന്ന് പറയുന്ന കമ്പനിയുടെ അറ്റോർണിയുമായി അദ്ദേഹം രാഷ്ട്രീയം വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജനങ്ങൾക്ക്, തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് അവർ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടാൽ, അഴിമതി കാണിച്ചിട്ടല്ല, അല്ലെങ്കിൽ മറ്റൊന്നും അങ്ങനെയുള്ള ഒന്നിലും ഇൻവോൾവ്ഡ് അല്ല, പക്ഷേ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ ആ ക്രൈസിസ് സിറ്റുവേഷനെ സക്സസ്ഫുള്ളായിട്ട് മാനേജ് ചെയ്തില്ല എന്ന കാരണത്താൽ അയാളെ തിരിച്ചു വിളിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശവും ജനങ്ങൾക്കുണ്ടാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇനിയും പിന്നെ നമ്മൾ ഇന്ത്യയിൽ തുടങ്ങി കേരളത്തിൽ പിന്നെ അമേരിക്കയിലെ കണ്ട് നമുക്ക് 1-2 യൂറോപ്യൻ രാജ്യങ്ങളുടെയും കൂടി കണ്ട് നോക്കാം. കൺസോഷിയേഷണൽ ഡെമോക്രസി ഓഫ് സ്വിറ്റ്സർലാൻഡ്. ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു യൂറോപ്യൻ ട്രിപ്പ് നടത്തിയപ്പോൾ ഒരു 5 ദിവസം സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് അവിടുത്തെ രാഷ്ട്രീയം ഒക്കെ ചർച്ചയിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാന്ന് ചോദിച്ചപ്പോൾ ഈ സുഹൃത്തുക്കൾക്ക് ആർക്കും സ്വിറ്റ്സർലാൻഡിലെ അപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ പേരറിയില്ല. അപ്പം എനിക്കും അതിലൊരു ഇത്തിരി അതിശയം തോന്നി. കാരണം നമ്മളിപ്പം ഇവിടെ കാനഡയിൽ നമ്മൾ ഇന്ത്യക്കാരാണ്, ഇവിടെ വന്ന് ജീവിക്കുന്നവരാണെങ്കിലും കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര രാഷ്ട്രീയ അവബോധമൊന്നും ഇല്ലാത്തവർക്ക് പോലും പ്രൈം മിനിസ്റ്ററുടെ പേരൊക്കെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയാം. പക്ഷേ അവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന, സ്വിറ്റ്സർലാൻഡിൽ ജീവിക്കുന്ന ഇവർക്ക് ആർക്കും പെട്ടെന്ന് ഈ പ്രസിഡന്റിൻ്റെ പേര് അവരുടെ മനസ്സിൽ വരുന്നില്ല. പിന്നെ ഗൂഗിള് ചെയ്ത് നോക്കിയാണ് ഇത് വയോള ആംഹേഡ് ഇവരാണല്ലോ പിന്നെ ഇപ്പോഴത്തെ പ്രസിഡൻ്റെന്ന്. ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? സ്വിറ്റ്സർലാൻഡിൽ അവിടെ ഒരു ഫെഡറൽ അസംബ്ലി ഉണ്ട്. ആ ഫെഡറൽ അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 4 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന 7 പേരുടെ ഒരു ഫെഡറൽ കൗൺസിലാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ ഈ 7 പേരുടെ ഫെഡറൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ അവർ ഓരോ വർഷവും ഈ പ്രസിഡൻ്റായി ആ 7 പേരുടെ ഫെഡറൽ കൗൺസിലിൽ നിന്ന് ഒരാളെ പ്രസിഡൻ്റായിട്ട് അവർ തിരഞ്ഞെടുക്കും. പക്ഷെ അവരൊരു പ്രസിഡൻ്റ് അല്ല ലിറ്ററലി. ആ 7 പേരുടെ ആ കൗൺസിലിനെ പ്രിസൈഡ് ചെയ്യുന്നു അവരുടെ മീറ്റിങ്ങിൽ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പ്രസിഡൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പം UN-ൽ പങ്കെടുക്കുക, പ്രസംഗിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിസിറ്റിംഗ് ഹെഡ്സ് രാജ്യങ്ങളുടെ തലവന്മാർ വന്നാൽ അവരെ സ്വീകരിക്കുക, അതിനൊക്കെ ആയിട്ട് നാമമാത്രമായിട്ടുള്ള ഒരു പ്രസിഡന്റ് മാത്രമാണ്. പക്ഷേ അത് 1 വർഷത്തേക്കായിരിക്കും അവർ പ്രസിഡൻ്റ് ആകുക. അവർക്കൊരു വൈസ് പ്രസിഡന്റ് കാണും. സ്വാഭാവികമായിട്ടും മിക്കവാറും കേസുകളിൽ അടുത്ത വർഷം ഈ വൈസ് പ്രസിഡൻ്റാണ് പ്രസിഡൻ്റ് ആകുന്നത്. അപ്പോൾ ഓരോ വർഷവും പ്രസിഡന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ കഴിഞ്ഞ 150 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 150 പ്രസിഡന്റുമാർ അവർക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2022-ലെ പ്രസിഡന്റ് അല്ല, 2023-ലെ പ്രസിഡന്റ് അല്ല ഇപ്പോഴുള്ള 2024-ലെ പ്രസിഡന്റ്. അത് കാണാം, നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഏറ്റവും താഴെ 2024-ലെ പ്രസിഡന്റ്, 2023-ലെ പ്രസിഡന്റിൻ്റെ പേരും ചിത്രവും അതിൻ്റെ മുകളിൽ കാണാം. 2022-ലെ പ്രസിഡന്റ് അവരെല്ലാം വേറെയാണെന്ന് മാത്രമല്ല, നിങ്ങൾ ആ അപ്പുറത്തെ കോളത്തിൽ നോക്കിയോ അവരുടെ പാർട്ടി കൂടി നോക്കൂ. അവർ ഓരോ പാർട്ടിയിൽ പെടുന്നവരാണ്. 2024-ലെ പ്രസിഡന്റിൻ്റെ പാർട്ടിയല്ല, എനിക്കത് ഇവിടുന്ന് വായിക്കാൻ പറ്റുന്നില്ല, ഇവിടുത്തെ കമ്പ്യൂട്ടറിലില്ല, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ആ പാർട്ടിക്കാരനല്ല 2023-ലെ പ്രസിഡന്റ്, ആ പാർട്ടിക്കാരനല്ല 2022-ലെ പ്രസിഡന്റ്, ആ പാർട്ടിക്കാരനല്ല 2021-ലെ പ്രസിഡന്റ്. അപ്പം ഈ പ്രസിഡന്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്നുള്ള നമ്മുടെ ഇതില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ, കേരളത്തിലെ സാഹചര്യങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പം പാർട്ടി വേണ്ട, അങ്ങനെ ഒരു പിന്നെ കോളീഷൻ ഗവൺമെൻറ് ഒന്നും വേണ്ട, ഒരേ പാർട്ടിയിലെ തന്നെ. ഇപ്പോൾ ഈ പിണറായി വിജയൻ തന്നെ ഈ പിന്നെ 10 വർഷം മുഖ്യമന്ത്രി ആയിരിക്കേണ്ടതിൻ്റെ കാരണം തന്നെ ഇപ്പോൾ ഒരു അടുത്ത വർഷം പിന്നെ ഐസക് തോമസോ അതിൻ്റെ പിന്നത്തെ വർഷം ശൈലജ ടീച്ചറോ ഒക്കെ മുഖ്യമന്ത്രി ആയാൽ എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു സംവിധാനം ഉള്ളിടത്ത് ഈ
ഈ ഈ പിന്നെ അധികാരത്തിൻ്റെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും രാജാവിനേക്കാൾ വലിയ അധികാരഭാവത്തോടെ നടക്കുന്ന ഈ നേതാക്കന്മാരെ ചുമന്ന് നടക്കുന്നവരാണ് നമ്മൾ. ഈ ഒരു കൾച്ചറിലേക്ക് ഇവർ വരുന്നതിൻ്റെ കാരണവും, ഇപ്പം എൻ്റെ മോൻ ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ വർഷത്തെ സ്കൂളിലെ സ്റ്റുഡൻറ്റ് കൗൺസിൽ അവൻ പ്രസിഡൻ്റായിട്ട് മത്സരിച്ചായിരുന്നു. പ്രസിഡൻ്റായി ജയിച്ചു പുള്ളി. വൈസ് പ്രസിഡൻ്റ് ആകുന്നത് അവനെതിരെ എതിരെന്ന് പറഞ്ഞാൽ ഒരു 3-4 പേരുണ്ട്. അതിലെ സെക്കൻഡ് ഹയസ്റ്റ് വോട്ട് കിട്ടുന്ന ആളാണ് വൈസ് പ്രസിഡൻ്റ് ആകുന്നത്. പിന്നീട് ഇവരെ എതിരായി മത്സരിച്ചവരാണെങ്കിലും പിന്നീട് അവിടെ മുതൽ അവർ ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൾച്ചറിലേക്ക് അവർ വരികയാണ്. അപ്പം ഇതും നമ്മുടെ നാട്ടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കലാലയങ്ങളിൽ ഇത്രമാത്രം കലാപകലുഷിതമായ കലാലയങ്ങൾ ഇന്ത്യയിലും നല്ല ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഇത്രമാത്രം കൊലപാതകങ്ങൾ വരെ നടക്കുന്ന യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഉള്ള ഒരു നാട്. അവിടെ ഇപ്പം ഒരു കോളേജ് ഇലക്ഷന് ചെയർമാനായിട്ട് മത്സരിച്ച് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് SFIക്കാരനാണെങ്കിൽ രണ്ടാമത്തെ ഹയസ്റ്റ് വോട്ട് കിട്ടുന്ന ആൾ വൈസ് ചെയർമാനായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് ജയിക്കുന്നത് ഒരു KSUക്കാരനാണെങ്കിൽ രണ്ടാമത്തെ വോട്ട് കിട്ടുന്ന SFIക്കാരൻ ജോയിൻറ്റ് സെക്രട്ടറി ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, പിന്നീട് അവർ സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇങ്ങനെയുള്ള ഈ കലാപങ്ങളും ഇത്രമാത്രം അക്രമങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ലാണ്ടാകും. ആ ഒരു കൾച്ചർ ഇവിടുന്ന് ഈ സ്കൂളുകളിൽ നിന്ന്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോൻ്റെ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആ ഒരു സംസ്കാരത്തിലേക്ക് വളരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത്. ഇനിയും ഒരു രാജ്യത്തെ കൂടി പരിചയപ്പെടാം. നോർത്തേൺ അയർലൻഡിലെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. നോർത്തേൺ അയർലൻഡ് നമുക്കറിയാം, ഒരു റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് പോലെ ഒരു പരമാധികാര രാജ്യമല്ല, ഇപ്പോഴും UK നിയന്ത്രണത്തിലാണ്. പക്ഷേ അവിടുത്തെ രാജ്യ സുരക്ഷ അത്തരം കാര്യങ്ങളിലേ ഉള്ളൂ. ബാക്കിയുള്ള നിയമങ്ങളെല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. 90 പേരുടെ ഒരു അസംബ്ലിയാണ് ഈ നോർത്തേൺ അയർലൻഡിലുള്ളത്. 18 കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്. അവിടുത്തെ ഒരു സിസ്റ്റം, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിലും ഓരോ മണ്ഡലത്തിലും ഒരു MLA അല്ല, 5 പേരാണ് ഒരു മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ 5 പേരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എന്ന് പറയുന്നത്. ഇനി അവിടെ വോട്ട് ചെയ്യുമ്പോഴും ഇതാണ് ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. വോട്ടേഴ്സ് ബാലറ്റിൽ ഇവരുടെ പേരിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് നിങ്ങൾ 1ാമത്തെ വോട്ട് ചെയ്യുന്നു. നിങ്ങളുടെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് 2 നിങ്ങൾ വോട്ട് ചെയ്യുകയാണ്. തേർഡ് ഫേവറേറ്റിന് 3. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടാണ് ഇവർ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ഏത് വോട്ടർമാരും വോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും. ഇപ്പോൾ ഒരു 5000 വോട്ടെന്നുള്ള ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 5000 വോട്ടിന് മുകളിൽ പോകുന്ന അപ്പോൾ 6000 വോട്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ 1ാമത്തെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷേ അയാളുടെ ഈ 5000ന് മുകളിൽ എക്സ്ട്രാ 1000 വോട്ട് ഈ 2ാമത്തെ ആൾക്ക് 4500 വോട്ടുള്ളെങ്കിൽ 5000 വോട്ട് വന്നാലേ തിരഞ്ഞെടുക്കപ്പെടുള്ളൂ എന്നാണെങ്കിൽ അയാൾക്ക് കൊടുക്കും ഈ വോട്ട്. അപ്പോൾ അങ്ങനെ ഒരു അതിനാണ് ഈ ട്രാൻസ്ഫറബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ വോട്ടേഴ്സ് അവിടുത്തെ സമ്മതിദായകർ വോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ 5 പേരിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് തുല്യ പങ്കാളിത്തത്തോടുകൂടി ഉണ്ടാകുന്ന ഗവൺമെൻറ്റുകൾ രൂപീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നതല്ല ജനാധിപത്യം. മതം നോക്കി വോട്ട് ചെയ്യുന്നതല്ല ജനാധിപത്യം. ജാതി നോക്കി വോട്ട് ചെയ്യുന്നതല്ല ജനാധിപത്യം. ആത്മാഭിമാനത്തോടെ നമ്മുടെ അവകാശങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ ബോധം വളരാൻ നമുക്ക് കഴിയണം. അതിലേക്ക് ഉള്ള ചിന്തകൾ പങ്കുവയ്ക്കുക എന്നതാണ് ഉദ്ദേശിച്ചത്. താങ്ക് യു വെരി മച്ച്.